ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വീഡിയോയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ദൈവവചന ധ്യാനത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 22, 24, 25 എന്നീ വാക്യങ്ങളാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മക്കൾ പുലർത്തേണ്ടുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ പഴയ നിയമ ജ്ഞാന സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും സഭാപ്രസംഗിയിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായാണ് ഈ പുസ്തകം നിലകൊള്ളുന്നത്. ഇസ്രായേലിൽ പ്രചാരത്തിലിരുന്ന പല ജ്ഞാനമൊഴി സമാഹാരങ്ങളുടെയും സമാഹാരമാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം. പുരാതന പശ്ചിമേഷ്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കാണപ്പെടുന്ന ജ്ഞാനമൊഴികളുമായി സദൃശ്യവാക്യങ്ങളിലെ സൂക്തങ്ങൾക്ക് സാമ്യമുണ്ട്. പ്രവാസാനന്തര കാലഘട്ടത്തിലാണ് ഈ ജ്ഞാനസാഹിത്യമൊക്കെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകമായി രൂപപ്പെട്ടു വന്നത് എന്ന് അനുമാനിക്കുവാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനത്തിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ജ്ഞാനസാഹിത്യത്തിൻ്റെ സ്വാധീനം ദർശിക്കാവുന്നതാണ്. 22 അധ്യായത്തിൻ്റെ 17 വാക്യം മുതൽ 24 അധ്യായത്തിൻ്റെ 22 വാക്യം വരെ ജ്ഞാനിയുടെ വചസ്സുകളായിട്ടാണ് അറിയപ്പെടുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മക്കൾ പുലർത്തേണ്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് 22 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കുക. അപ്പൻ്റെ വാക്ക് കേൾക്കുക എന്ന പ്രയോഗം വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് അനുസരണം എന്ന ചിന്തയിലേക്കാണ്. അതുകൊണ്ട് ഒന്നാമതായി മാതാപിതാക്കളെ അനുസരിക്കുക. ഞാൻ ചെറുപ്പത്തിൽ കാണാതെ പഠിച്ച വാക്യങ്ങളിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വാക്യമാണ് സദൃശ്യവാക്യങ്ങൾ 30 അധ്യായത്തിൻ്റെ 17 വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തിലെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുമെന്ന വാക്യം. അനുസരണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത് അനുസരണത്തിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് ഒന്നാമതായി മാതാപിതാക്കളെ അനുസരിക്കുക. രണ്ടാമതായി 22 വാക്യത്തിൻ്റെ തന്നെ 2 ഭാഗത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. അമ്മയെ നിന്ദിക്കരുത്. നിന്ദിക്കുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വാക്കായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയുന്നത് ആദരവ് എന്ന വാക്കാണ്. നിന്ദിക്കുകയല്ല, മറിച്ച് ആദരിക്കുകയാണ് വേണ്ടത്. റെസ്പെക്റ്റ്, ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത്. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിലും ആവർത്തന പുസ്തകം 5 അധ്യായത്തിലും വളരെ കൃത്യമായി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിക്കുന്ന
മക്കളായിരിക്കണം. അവരെ ഒരിക്കലും നിന്ദിക്കുവാൻ പാടുള്ളതല്ല. മൂന്നാമതായി 24 25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. ഇവിടെ വളരെ പ്രകടമായി കാണുന്ന രണ്ട് വാക്കുകൾ സന്തോഷം, ആനന്ദം എന്നീ വാക്കുകളാണ്. ഒന്നും രണ്ടും ചിന്തകൾ അനുസരിക്കുക, ആദരിക്കുക എന്നിങ്ങനെ ആയതുകൊണ്ട് തന്നെ മൂന്നാമതായി ആനന്ദം എന്ന വാക്കെടുക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മാതാപിതാക്കളെ ആനന്ദിപ്പിക്കുക അഥവാ സന്തോഷിപ്പിക്കുക. നീതി പ്രവർത്തിക്കുകയും ജ്ഞാനം സമ്പാദിക്കുകയും ചെയ്യുന്ന മക്കൾ മാതാപിതാക്കളെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെയും ജീവിതാനുഭവങ്ങളിൽ എടുത്താൽ മക്കൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ, പഠനത്തിൽ മികവ് കാണിക്കുമ്പോൾ, പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുമ്പോൾ, ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ, മാതാപിതാക്കൾക്ക് അഭിമാനിക്കുവാൻ വക നൽകുമ്പോഴൊക്കെ അവരുടെ ഹൃദയം ആനന്ദിക്കും. മക്കൾ ദൈവഭക്തിയുള്ളവരായി വളരുമ്പോൾ മാതാപിതാക്കൾ ആനന്ദിക്കും. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് മക്കൾ മാതാപിതാക്കൾക്ക് വ്യസനഹേതുവായി തീരുന്ന കാഴ്ചയാണ്. എന്നാൽ നമുക്ക് അനുകരണീയമായ ഒരുപാട് മാതൃകകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ആനന്ദിപ്പിക്കാം. അതുകൊണ്ട് 3 ചിന്തകളാണ് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. മാതാപിതാക്കളെ അനുസരിക്കുക, ആദരിക്കുക, ആനന്ദിപ്പിക്കുക. ഒരുപക്ഷേ ഈ ചിന്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഏറ്റവും പ്രധാനം സ്നേഹമല്ലേ എന്ന്. അതെ, സ്നേഹം തന്നെയാണ്. മനഃപൂർവ്വമാണ് ഞാൻ ആ വാക്ക് ഒഴിവാക്കിയത്. കാരണം അനുസരണത്തിൻ്റെയും ആദരവിൻ്റെയും ആനന്ദിപ്പിക്കലിൻ്റെയും എല്ലാം അടിസ്ഥാനം സ്നേഹത്തിലാണ്. സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇതൊക്കെ സാധ്യമാകുകയുള്ളൂ. എബ്രഹാം ലിങ്കൺ ഇപ്രകാരം അഭിപ്രായപ്പെടുന്നുണ്ട്: ലവ് ഈസ് ദ ചെയിൻ whereby to bind a child to its parents. മാതാപിതാക്കളുമായി മക്കളെ ബന്ധിപ്പിക്കുന്ന ചങ്ങല എന്ന് പറയുന്നത് അത് സ്നേഹമാണ്. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടുന്ന ഒരു ചിന്ത, ലവ് ഈസ് ആൻ ആക്ഷൻ നോട്ട് ആൻ ഇമോഷൻ. സ്നേഹമൊരു വികാരമല്ല, അതിനപ്പുറമായി നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കേണ്ട ഒന്നാണ്. സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കൾ പ്രതിഫലിപ്പിക്കേണ്ടത് അവരെ അനുസരിക്കുകയും ആദരിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. എന്തുകൊണ്ട് മാതാപിതാക്കളെ ആനന്ദിപ്പിക്കണം, ആദരിക്കണം, അനുസരിക്കണം? ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ധ്യാനം ചുരുക്കുകയാണ്. ഹാർപ്പർ ലീ ഗോ സെറ്റ് എ വാച്ച്മാൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഷീ ഡിഡ് നോട്ട് സ്റ്റാൻഡ് അലോൺ, ബട്ട് വാട്ട് സ്റ്റുഡ് ബിഹൈൻഡ് ഹർ, ദ മോസ്റ്റ് പൊട്ടൻറ്റ് മോറൽ ഫോഴ്സ് ഇൻ ഹർ ലൈഫ് വാസ് ദ ലവ് ഓഫ് ഹർ ഫാദർ. അവിടെ അദ്ദേഹം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് മോസ്റ്റ് പൊട്ടൻറ്റ് മോറൽ ഫോഴ്സ് എന്നാണ്. ഏറ്റവും ശക്തമായ ധാർമ്മിക ഊർജം. ഖാലിൽ ജിബ്രാൻ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മദർ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഓൺ ദ ലിപ്സ് ഓഫ് മാൻകൈൻഡ്.
മനുഷ്യൻ്റെ അധരത്തിൽ വിടരുന്ന ഏറ്റവും സുന്ദരമായ വാക്കാണ് അമ്മ എന്നത്. അടുത്തിടയ്ക്ക് കണ്ട ഒരു ചിത്രം ഇപ്രകാരമാണ്. ഒരു പിതാവിൻ്റെ സ്റ്റാച്ചുവിൽ നിന്നും അടർത്തിയെടുത്ത കല്ലുകൾ വെച്ചിട്ട് ഒരു മകൻ്റെ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ സ്റ്റാച്ചുവിൽ മുഴുവൻ ഓട്ടകൾ വീണിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത് മക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ ത്യാഗമാണ്. അവരുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അവരെ വളർത്തുവാനായി പരിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മലയാളത്തിൽ കിറ്റക്സ് ദൗത്യസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വളരെ പ്രസക്തവും വളരെയധികം ചിന്തകൾ നൽകുന്നതുമായ ഒന്നാണ്. ആ അഡ്വർടൈസ്മെൻ്റ് ഇപ്രകാരമാണ്. ഒരപ്പൻ മുണ്ടൊക്കെ എടുത്ത് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. മകൻ അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുന്നു. എന്നാൽ പലതവണ അദ്ദേഹത്തിൻ്റെ മുണ്ട് അഴിഞ്ഞ് വീഴുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ മകൻ അത് കുത്തിക്കൊടുക്കുന്നു. എന്നാൽ 1-2 വട്ടം കഴിയുമ്പോൾ ഈ മകൻ അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയും അകത്തെങ്ങാണം ഇരുന്നാൽ പോരെ എന്ന് അപ്പനോട് ചോദിക്കുകയും ചെയ്യുന്നു. വളരെ വിഷമിച്ച് അകത്തേക്ക് കയറിപ്പോയി ഈ അപ്പൻ പഴയ ആൽബമൊക്കെ എടുത്ത് നോക്കുകയാണ്. അതിൽ ഈ മകൻ കുഞ്ഞായിരുന്നപ്പോൾ മകന് മുണ്ടുടുപ്പിച്ച് കൊടുക്കുന്ന ചിത്രമൊക്കെ അദ്ദേഹം കാണുകയാണ്. അപ്പന് വിഷമമായി കാണും എന്ന് ചിന്തിച്ച് തിരികെ വരുന്ന മകൻ കാണുന്നത് ആൽബത്തിൽ ഈ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പനെയാണ്. അപ്പൻ മകനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ എത്ര വട്ടം നിനക്ക് മുണ്ടുടുപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന്. വളരെയധികം ഹൃദയത്തെ തൊടുന്ന ഒരു പരസ്യമാണത്. ആ മകൻ അവിടെ വികാരാധീനനാകുന്നുണ്ട്. ആ പരസ്യത്തിൻ്റെ ക്യാപ്ഷനും വളരെയധികം ഹൃദയത്തെ തൊടുന്നതാണ്. ഒരിക്കലും അഴിയാത്ത ബന്ധം. അതെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും അഴിയാത്ത ബന്ധമാണ്. ഒരിക്കലും അഴിയാൻ പാടില്ലാത്ത ബന്ധമാണ്. മാതാപിതാക്കൾ വൃദ്ധസദനത്തിലും വിദേശത്ത് മക്കളുള്ള മാതാപിതാക്കൾ നാട്ടിലെ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നതും കേരള സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമാണ്. എവിടെ നോക്കിയാലും നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ചിന്തകൾ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ മക്കളും മാതാപിതാക്കളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. എല്ലാം തികഞ്ഞുവെന്ന് കരുതിയിട്ടോ ഇവയെല്ലാം പൂർണ്ണമായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്നോ ഞാൻ കരുതുന്നില്ല. എങ്കിലും മാതാപിതാക്കളെ അനുസരിക്കുകയും ആദരിക്കുകയും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണം എന്ന തിരിച്ചറിവ് പങ്കുവെക്കുന്നു എന്ന് മാത്രം. അതിനായുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഞാനും മുൻപോട്ട് പോകുന്നത്. നമുക്കാവോളം നമ്മുടെ മാതാപിതാക്കളെ ആനന്ദിപ്പിക്കാം, ആദരിക്കാം, അനുസരിക്കാം. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ.